പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാനുമായ CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കുന്നു. കർണാടക പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പിനായി ഉടൻ കൊച്ചിയിലെത്തും. CJ റോയിയുടെ സാമ്പത്തിക ഇടപാടുകൾ, വിഷാദരോഗത്തിനുള്ള ചികിത്സ, ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് എന്നിവ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. കൊച്ചിയിലെ തെളിവെടുപ്പും ബിസിനസ് ഇടപാടുകളും കർണാടക പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം കേരളത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിൽ വിശദമായ പരിശോധനകളും നടത്തും. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആസ്ഥാനം കൊച്ചി ആയതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗ്രൂപ്പിന്റെ പ്രധാന ബിസിനസ് നീക്കങ്ങളിലും പ്രൊജക്ടുകളിലും എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ നിയമവിരുദ്ധമായ ഇടപെടലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ബാങ്ക് വായ്പകളില്ലാതെ വലിയ പ്രൊജക്ടുകൾക്ക് പണം കണ്ടെത്തിയ രീതിയെക്കുറിച്ചുള്ള വ്യക്തത തേടിയാകും ഈ അന്വേഷണം. ആരോഗ്യനിലയും ചികിത്സാ വിവരങ്ങളും മരണത്തിന് മുൻപുള്ള മാസങ്ങളിൽ CJ റോയിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു എന്നതും അന്വേഷണത്തിൽ നിർണായകമാണ്. കഴിഞ്ഞ 4 മാസമായി അദ്ദേഹം കടുത്ത വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ മൊഴി നൽകിയിട്ടുണ്ട്. ബംഗളൂരു ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിൽ നിന്നാണ് അദ്ദേഹം ചികിത്സ തേടിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രേഖകൾ SIT ശേഖരിച്ചു കഴിഞ്ഞു. ബിസിനസ് സമ്മർദ്ദമാണോ അതോ മറ്റ് വ്യക്തിപരമായ കാരണങ്ങളാണോ ഈ വിഷാദരോഗത്തിന് നയിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഈ രേഖകൾ എന്തായാലും സഹായിക്കും. ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് റോയിയെ വലിയ രീതിയിൽ മാനസികമായി തളർത്തിയിരുന്നതായാണ് സൂചന. ഈ റെയ്ഡിലേക്ക് നയിച്ച കാരണങ്ങളും പരിശോധനയ്ക്ക് ശേഷം ബിസിനസ് പങ്കാളികളിൽ നിന്നോ മറ്റോ ഏജൻസികളിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നോ എന്നും SIT പരിശോധിക്കുന്നുണ്ട്. റെയ്ഡിന് ശേഷം സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കപ്പെട്ടതാണോ അതോ ബിസിനസ് അന്തസ്സിനേറ്റ തിരിച്ചടിയാണോ അദ്ദേഹത്തെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് സംഘം വിലയിരുത്തുന്നുണ്ട്.